എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ മരുമകളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ബോംബെയും കഴിഞ്ഞ് നാസിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോളുടെ വീട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് മൂഡിലാണ്. വീട്ടിൽ നിന്ന് ട്രാവലറിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോണത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് യാത്ര ചെയ്യണത്. പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോയതൊക്കെ. പക്ഷെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരണ്ടെന്ന് കരുതിയിട്ട് മ്യൂട്ടാക്കിയതാണ്. ആദ്യമായിട്ട് ട്രെയിൻ യാത്ര പറയുമ്പോൾ പിള്ളേർക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഇത്ര ദൂരം പോയിട്ടേ ഇല്ല. ഞങ്ങൾ തൃശ്ശൂർ വരെയാണ് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളത്. അതിലപ്പുറം ഇങ്ങോട്ടും പോയിട്ടില്ല. ഞങ്ങളൊരു 10-13 പേരുണ്ടായിരുന്നു. ആങ്ങളെയും ഭാര്യയും കുട്ടികളും പിന്നെ മോള് മരുമകൻ എല്ലാവരും കൂടിയിട്ട് ആണ് പോയത്. പിന്നെ ഞങ്ങളുടെ കൂടെ ബിബീഷ് ഞങ്ങളുടെ ഫാമിലിയിലൊരു മെമ്പർ തന്നെയാണ്. അവനും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സ്റ്റില്ലൊക്കെ എടുത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ആദ്യമായിട്ട് പോണതിൻ്റെ ഇതാണ് ബിബീഷ്. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ കാര്യത്തിനും അവനുണ്ടാവും. ഇത് മരുമകളാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബിലൊരു വോയിസ് ഓവറൊക്കെ കൊടുക്കണത്. അതിൻ്റേതായ എല്ലാ മിസ്റ്റേക്കും ഉണ്ടാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും. വളരെ നല്ല സ്ഥലങ്ങളായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള കാരണം എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു. ഒരുപാട് കച്ചവടക്കാരൊക്കെ ട്രെയിനിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നായിരുന്നു. കമ്മൽ, വള, മാല, ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നു പോയിട്ടായിരുന്നു. പിന്നെ ഭക്ഷണം എല്ലാം നമ്മളിവിടുത്തെ പോലത്തെ ഭക്ഷണങ്ങളൊന്നും അല്ലായിരുന്നു. പിന്നെ ഒന്നാമത് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് കാരണം ഭക്ഷണമൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഒരുപാട് നേരം എല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്ന് ആരും കിടക്കുകയൊന്നും ചെയ്യാണ്ട് അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ടിരുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് രാത്രിക്കുള്ള ഭക്ഷണം കൂടി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കൂടി കഴിച്ച് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് 11:30-ഒക്കെയാണ് ട്രെയിന് കയറിയത്. പിന്നെ പിറ്റേ ദിവസം വൈകിട്ട് 6 മണി ഒക്കെ ആയി ഞങ്ങൾ നാസിക്കിലെത്തുമ്പോൾ. അവിടെ ഞങ്ങൾ 3 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. മരുമകളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു റൂമൊക്കെ. അവർ തന്നെയെല്ലാം ഞങ്ങൾ വരുമ്പോഴേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ മോളുടെ വീട്ടിലേക്ക് മോനും മോളും കൂടി അങ്ങോട്ട് പോയി. ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് മരുമകളുടെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് പോന്നു. അന്നത്തെ ദിവസം എല്ലാവരും അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. താജ് ഹോട്ടല്, ഇന്ത്യ ഗേറ്റ്, പിന്നെ ബോട്ടിങ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി. അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഇതിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് താജ് ഹോട്ടലാണ്, ഇന്ത്യ ഗേറ്റ്. അവിടെ തന്നെ ഫോട്ടോഗ്രാഫർമാർ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോയ്ക്ക് 30 രൂപ എന്ന നിരക്കിൽ അവിടെ അപ്പോഴേക്ക് തന്നെ ഫോട്ടോ എടുത്തിട്ട് അവർ അപ്പോഴേക്കപ്പോൾ തരും. അപ്പം ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും എല്ലാവരും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരും കൂടി എടുത്തതാണ്. ഇത് ഇന്ത്യ ഗേറ്റ്. ഇതെൻ്റെ ആങ്ങളെയും അമ്മയാണ്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി ട്രെയിനിൽ കയറി. പിന്നെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെയാണിത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ അംബാനിയുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് യാത്ര ചെയ്തത്. അവിടെ ഓട്ടോ നിർത്തിയിട്ട് അവിടുത്തെ ഡ്രൈവർ ഞങ്ങൾക്ക് ഇതാണ് അംബാനിയുടെ വീടൊക്കെ കാണിച്ചു തന്നു. ബോട്ടിങ്ങിനൊക്കെ പോയിണ്ടായിരുന്നു ഒരുപാട് പേര്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ബോട്ട് യാത്രയൊക്കെ നടത്തി. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് എന്നറിയാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി പോകെ ഒക്കെ ക്ലിയറായിട്ട് വരും. പഠിച്ചു കൊണ്ടിരിക്കണേ ഉള്ളൂ.
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്.